കഴിഞ്ഞൊരു 3 വർഷത്തെ കണക്കെടുത്താൽ 2023 കുഞ്ചാക്കോ ബോബനോടും 2024 പൃഥ്വിരാജിനോടും 25 ആസിഫ് അലിയോടും കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ ബെസ്റ്റ് ആക്ടർ കാറ്റഗറിയിൽ ഫൈനൽ റൗണ്ടിൽ മത്സരിക്കാൻ അയാളുണ്ടായിരുന്നു. അതിൽ 2 തവണയും അദ്ദേഹം വിജയിച്ചു. ഇനി അടുത്ത വർഷം തൻ്റെ കളങ്കാവൽ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ബേസിൽ ജോസഫ് അടക്കമുള്ളവരോട് മത്സരിക്കാനും അയാൾ ഉണ്ടാകും. അതായത് ഒരു സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ നിങ്ങൾ മികച്ച നടനാവണമെങ്കിൽ ഒരു 75കാരനെ തോൽപ്പിച്ചിരിക്കണം. ഋതുഭേദങ്ങളുടെ ഭാവപൂർണിമയെന്നും ഇന്ത്യൻ സിനിമയുടെ മുഖമെന്നും അയാളെ വിശേഷിപ്പിക്കുന്നവരുണ്ട്. നമുക്കത് മലയാളത്തിന്റെ ഒരേ ഒരു മമ്മൂക്കയാണ്. 7ാം തവണയാണ് മമ്മൂട്ടി എന്ന പ്രതിഭ കേരളത്തിന്റെ മികച്ച നടനാകുന്നത്. 1984 അടിയൊഴുക്കുകളിലൂടെ, 89 വടക്കൻ വീരഗാഥയിലൂടെ, 93 വിധേയനിലൂടെ, 2004 കാഴ്ചയിലും, 2010 പാലേരി മാണിക്യത്തിലും, പിന്നീട് 2022 നൻപകൽ നേരത്ത് മയക്കത്തിലൂടെ, ഇപ്പോൾ കൊടുമൺ പോറ്റി എന്ന പകർനാട്ടത്തിലൂടെ ഭ്രമയുഗത്തിലെ പ്രകടനത്തിനും മമ്മൂട്ടി മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അരനൂറ്റാണ്ടോളമായി മലയാള സിനിമയിൽ കഥാപാത്ര വൈവിധ്യങ്ങൾ കൊണ്ട് പകർന്നാടാൻ മമ്മൂക്ക തുടരുകയാണ്. മികച്ച നടിയായി ഫെമിനിച്ച് ഫാത്തിമ എന്ന ചിത്രത്തിലൂടെ ഷംല ഹംസ തിരഞ്ഞെടുക്കപ്പെടുമ്പോഴും അതൊരു ചരിത്രമായി മാറുകയാണ്. പുതുമുഖ നായിക എന്നതിലുപരി ഒരു ചെറിയ സിനിമയ്ക്ക് ലഭിച്ച വലിയ അംഗീകാരം കൂടിയായി മാറുകയാണത്. മികച്ച സിനിമയായി മഞ്ഞുമൽ ബോയ്സും ജനപ്രിയ ചിത്രമായി പ്രേമലവും അവാർഡുകൾ നേടി. ഗാനരചയിതാവ് എന്ന കാറ്റഗറിയിൽ മഞ്ഞുമൽ ബോയ്സിലെ കുതന്ത്രം എന്ന ഗാനത്തിന് വേടൻ മികച്ച ഗാനരചയിതാവായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പതിവ് ക്ലീശകളെ പൊളിച്ച് റാപ്പ് ഗാനങ്ങൾക്ക് കൂടി അംഗീകാരം നൽകുന്നതായി അവാർഡ്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നീതിപൂർണമായിരുന്നോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?